97-ലെയും 99-ലെയും ഭദ്രാസന പൊതുയോഗങ്ങൾ ആവർത്തിച്ച് സഭാസമാധാനത്തിന് വേണ്ടി ഏകകണ്ഠമായി വോട്ട് ചെയ്യുകയും തീരുമാനമെടുക്കുകയും ചെയ്തുവെങ്കിലും ചില പള്ളികളിൽ ഇടപെടലുകൾ ഉണ്ടാവുകയും 99 മുതൽ എങ്കിലും വളരെ ദുർഘടമായൊരവസ്ഥ അച്ഛന്മാർക്ക് വരികയും ചെയ്തിട്ടുണ്ട്. ആ സമയത്ത് അച്ഛന്മാർ മാസം 1500 രൂപ ശമ്പളത്തിൽ ഏതാണ്ട് 3 വർഷത്തോളം പ്രവർത്തിച്ചിട്ടുണ്ട്. 1500 രൂപ കേരളത്തിൽ എന്ന് പറഞ്ഞാൽ വലിയ തുകയല്ല ഒരു കുടുംബത്തെ സംബന്ധിച്ച്. മിക്കവാറും അച്ഛന്മാർക്ക് കുടുംബപരമായ വലിയ വരുമാനമോ സാമ്പത്തിക അവസ്ഥയോ ഉള്ളവരല്ല. എന്നാൽ ഈ അവസ്ഥ കണ്ടുകൊണ്ട് കാലം ചെയ്ത മാത്യൂസ് തിതിയൻ ബാവ അദ്ദേഹത്തിൻ്റെ സ്വകാര്യ അക്കൗണ്ടിൽ നിന്ന് ഓരോ അച്ഛന്മാരും 1000 രൂപ വീതം ഒരു 2 വർഷത്തോളം സഹായം ചെയ്തിട്ടുണ്ട്. അത് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു കാര്യം. പിന്നീട് സഭാ ഐക്യം 2002-ൽ പൂർണ്ണമാവുകയും അതോടുകൂടെ ഔദ്യോഗികമായി ശമ്പള വിതരണ പദ്ധതി കേന്ദ്ര സഹായത്തോടുകൂടെ ആകുകയും ചെയ്ത ശേഷം കുറേ വ്യത്യാസം വന്നു. ഇപ്പോൾ 2 വർഷമായിട്ട് 2005 മുതൽ സഭയിലെ ഏതൊരു വൈദികനും ലഭിക്കുന്ന വിധത്തിലുള്ള ശമ്പളം വിതരണം ചെയ്യത്തക്ക വിധത്തിൽ സഭാ കേന്ദ്രത്തിൽ നിന്ന് സാമ്പത്തിക സഹായം ലഭിക്കുന്നുണ്ട്. അതിജീവിക്കാൻ എന്തെങ്കിലും വളരെയധികം നമ്മളെ സഹായിച്ചിട്ടുണ്ടോ? ഏറ്റവും കൂടുതൽ സഹായിച്ചത് എൻ്റെ തന്നെ ജനമാണ്. എൻ്റെ ജനവും എൻ്റെ അച്ഛന്മാരും ഏത് പ്രതിസന്ധി ഘട്ടത്തിലും എന്നോട് കൂടെ വന്നിട്ടുണ്ട്. ഒരു കാലത്ത് ഞാൻ താമസിക്കുന്ന സ്ഥലം തന്നെ ആക്രമിക്കപ്പെടുകയും അവിടുത്തെ താമസം വളരെ ബുദ്ധിമുട്ടിലാകുകയും ചെയ്തപ്പോൾ ഓരോ രാത്രിയും 10-20 പേര് വീതം രാത്രിയും പകലും റോട്ടായിട്ട് എനിക്ക് കാവൽ കിടന്നിട്ടുണ്ട്. ഭദ്രാസന ആസ്ഥാനത്തിന് സംരക്ഷണം നൽകിയിട്ടുണ്ട്. സാമ്പത്തികമായി വളരെ തകർന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നു. ആ സമയത്ത് ആളുകൾ വരുമ്പോൾ അവരുടെ വീടുകളിലുള്ള പച്ചക്കറിയോ അരിയോ ഒക്കെ കൊണ്ടുവന്ന് അവിടെ വെച്ച് തന്നെ വെച്ച് കുടിച്ച് എനിക്കും തന്ന് അങ്ങനെ ജീവിച്ച ഒരു കാലം ഉണ്ടായിരുന്നിട്ടുണ്ട്. അപ്പോൾ ആ അച്ഛന്മാരുടെയും ജനത്തിൻ്റെയും കളങ്കമില്ലാത്ത പിന്തുണയാണ് ഈ കാര്യത്തിൽ തന്നെ ശക്തിയോടെ നിലനിർത്തുക. ആ കൂട്ടത്തിൽ പറയാവുന്ന ഞാൻ മുമ്പ് പറഞ്ഞ കാലം ചെയ്ത ബാവ തിരുമേനിയുടെ ഒരു തുണ തീർച്ചയായിട്ടും ഉണ്ടായിട്ടുണ്ട്.